നമസ്കാരം. ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നിയമസഭാ സാമ്പത്തിക ക്രമക്കേട് കേസിൽ നാട്ടിക മുൻ എംഎൽഎയുടെ മുൻ PA മസൂദ് കെ വിനോദ് അറസ്റ്റിലായി. മണലൂർ MLA പ്രൊഫസർ C രവീന്ദ്രനാഥിന്റെ ഓഫീസ് മുല്ലശ്ശേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രനും കുടുംബവും തൃപ്പയാർ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. വാർത്തകൾ വിശദമായി. നിയമസഭാ സാമ്പത്തിക ക്രമക്കേട് കേസിൽ നാട്ടിക മുൻ എംഎൽഎയുടെ മുൻ PA മസൂദ് കെ വിനോദ് അറസ്റ്റിലായി. നിയമസഭാ സാമ്പത്തിക ക്രമക്കേട് കേസിൽ നാട്ടിക മുൻ MLAയുടെ മുൻ PA മസൂദ് കെ വിനോദ് അറസ്റ്റിലായി. നിയമസഭയിൽ നിന്നും 2021-2024 കാലയളവിൽ മുൻ MLA ആയിരുന്ന CC മുകുന്ദന്റെ വ്യാജ ഒപ്പിട്ട് സാമ്പത്തിക ക്രമക്കേട് നടത്തിയെന്ന പരാതിയിലാണ് മസൂദ് കെ വിനോദിനെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. നിയമസഭയിൽ ഹാജരാകാതെ MLAയുടെ വ്യാജ ഒപ്പിട്ട് അനധികൃതമായി അലവൻസ് കൈപ്പറ്റിയെന്നതായിരുന്നു പരാതി. യൂത്ത് കോൺഗ്രസ് നേതാവ് AA മുഹമ്മദ് ഹാഷിം നിയമസഭാ രേഖകൾ മൂലം പരാതി നൽകിയതിൽ 2024 തിരുവനന്തപുരം മ്യൂസിയം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തെങ്കിലും തുടർ നടപടികൾ ഉണ്ടാകാത്തതിനെ തുടർന്ന് ഹാഷിമിന്റെ അപേക്ഷയിൽ 2025 മാർച്ച് മാസത്തോടെ കേസ് അന്തിക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തിരുന്നു. ജാമ്യത്തിനായി മസൂദ് ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും കോടതി ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. തുടർന്ന് ഒളിവിലായിരുന്ന മസൂദ് കെ വിനോദിനെ വ്യാഴാഴ്ച പുലർച്ചെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതിയെ മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം റിമാൻഡ് ചെയ്തു. മണലൂർ MLA പ്രൊഫസർ C രവീന്ദ്രനാഥിന്റെ ഓഫീസ് മുല്ലശ്ശേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു. മണലൂർ MLA പ്രൊഫസർ C രവീന്ദ്രനാഥിന്റെ ഓഫീസ് മുല്ലശ്ശേരിയിൽ പ്രവർത്തനമാരംഭിച്ചു. മുല്ലശ്ശേരി പറമ്പന്തള്ളി നടാ സെന്ററിൽ ആരംഭിച്ച മണലൂർ MLA പ്രൊഫസർ C രവീന്ദ്രനാഥിന്റെ ഓഫീസ് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. CPI മണ്ഡലം സെക്രട്ടറി VR മനോജ് അധ്യക്ഷത വഹിച്ചു. മുതിർന്ന CPM നേതാവ് ബേബി ജോൺ, മുൻ MLA മുരളി പെരുന്നല്ലി, LDF മണ്ഡലം കൺവീനർ TV ഹരിദാസൻ, കവി C രാവുണ്ണി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ സിജി മോഹൻദാസ്, KU സരിത, MP സജീബ്, സിനി പ്രസാദ്, മിനി മോഹൻദാസ്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ രാകേഷ് കണിയാമ്പറമ്പിൽ, സലീജ ടീച്ചർ, PI സജിത, രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ MN സത്യൻ, CT ബാബു, റഷീദ് മാസ്റ്റർ, ഉഷ പ്രഭുകുമാർ, PL ഡൊമിനി, PA രമേശൻ, KA വിശ്വംഭരൻ, MLA പ്രൊഫസർ C രവീന്ദ്രനാഥ് എന്നിവർ സംസാരിച്ചു. ഓഫീസ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കാർബൺ ന്യൂട്രൽ മണലൂർ പദ്ധതി പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ച 9 ഇനത്തിൽപ്പെട്ട പേരതൈകൾ നട്ട് ഓഫീസ് വളപ്പിൽ പേര ഉദ്യാനത്തിന് തുടക്കം കുറിച്ചു. വടനപ്പള്ളി സെയിന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് RCUP സ്കൂളിൽ PTA ജനറൽ ബോഡി യോഗവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. സ്കൂൾ ഹാളിൽ ചേർന്ന യോഗം വടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് IN സുധീഷ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ സിൻഡോ തൊറയൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി. PTA പ്രസിഡന്റ് CS സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. സ്കോളർഷിപ്പ് നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് സബ് ഇൻസ്പെക്ടർ T ജയകുമാർ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. SSLC +2 പരീക്ഷകളിൽ ഫുൾ A+ നേടിയ പൂർവ്വ വിദ്യാർത്ഥികൾക്ക് ജോളി T തോമസ് ഉപഹാരം നൽകി അനുമോദിച്ചു. ഹെഡ് മിസ്റ്റർ CJ ജോസഫ്, വടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീജ സുജിത്ത്, മുൻ ഹെഡ് മാസ്റ്റർ ഷാജി ജോർജ്, ഫസ്റ്റ് അസിസ്റ്റന്റ് EO മേരി തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ PTA ഭാരവാഹികളായി CS സുനിൽകുമാർ, ഉദയകുമാർ, ഷഹന എന്നിവരെ തെരഞ്ഞെടുത്തു. നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന വിഷയങ്ങൾ എന്താണെന്ന് തീരുമാനിക്കുന്നതിന് വരെ നമുക്ക് അവകാശമില്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ ഇന്ന് കടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മൾ എന്താണ് പഠിക്കേണ്ടതെന്നും എന്തൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ടതെന്നും ഒക്കെ തന്നെ തീരുമാനിക്കുന്നത് വ്യത്യസ്ത മേഖലയിലുള്ള ആൾക്കാരായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലാവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മുടെ കുട്ടികൾ യഥാർത്ഥത്തിൽ പഠിക്കേണ്ടത് ചരിത്രമാണ്. ഇന്നത്തെ വിദ്യാഭ്യാസ മേഖലയിൽ കടന്നു വരുന്ന ചരിത്രത്തിൻ്റെ അപരവൽക്കരണം എല്ലാ കാലഘട്ടത്തിലും മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനൊക്കെതിരായിട്ട് നമുക്കൊരു പ്രത്യേക തരത്തിലുള്ള കരിക്കുലം വളർത്തിയെടുക്കേണ്ടതിനും വിദ്യാഭ്യാസ ചിന്തകൾ വളർത്തിയെടുക്കേണ്ടതിനും അത്യാവശ്യമാണ്. നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് ഒരു മതസൗഹാർദ്ദത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള സമൂഹമാണ്. കേരളത്തിൻ്റെ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും അത് തന്നെയാണ്. നമുക്കിവിടെ എല്ലാവർക്കും അറിയാം, നാനാ മത ജാതി വ്യത്യാസമില്ലാതെ എല്ലാവരും ഏക സ്വരൂപത്തോടുകൂടി കഴിയുന്ന ഒരു മാതൃക
സംസ്ഥാനമാണ് കേരളം. അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നതിനുള്ള രീതിയിൽ ഉള്ള പ്രശ്നങ്ങളൊക്കെ മുൻപുണ്ടായിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് വിദ്യാഭ്യാസ മേഖലയിലേക്ക് വരെ കടത്തിക്കൊണ്ടുവരുന്ന ഒരു രീതി നമ്മളുടെ ഇടയിലേക്ക് സംഭവിച്ചിട്ടുണ്ട്. അതിനൊക്കെ ഒരു മാറ്റം വരുത്തേണ്ട കാലഘട്ടമാണ് ഇനി വരാൻ പോകുന്നത്. നമ്മളുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികൾക്ക് കിട്ടുന്ന വിദ്യാഭ്യാസം ഏറ്റവും മേന്മയുള്ളതും ഗുണപ്രദവുമായിട്ടുള്ള വിദ്യാഭ്യാസമായിരിക്കണം. അവരെ ഏറ്റവും നല്ല രീതിയിലേക്ക് സമൂഹത്തിൻ്റെ ഏറ്റവും മികച്ച പൗരന്മാരായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള കഴിവ് ആ വിദ്യാഭ്യാസ പ്രവർത്തനത്തിന് ഉണ്ടാകണമെന്നാണ് നമ്മൾ അതുമായി ബന്ധപ്പെട്ട് പറയാറുള്ളത്. അതിനു വേണ്ടിയിട്ടുള്ള ചർച്ചകൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. തൃപ്യാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്ക് ആവശ്യമായി വന്ന പാത്രങ്ങൾ സമർപ്പിക്കുന്നതിന് വേണ്ടി BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രനും കുടുംബവും ക്ഷേത്രത്തിലെത്തി. ദേവസ്വം മാനേജർ വിനീത, ഉപദേശക സമിതി പ്രസിഡന്റ് ജ്യോതിദാസ്, വാർഡ് മെമ്പർമാരായ അംബിക ടീച്ചർ, സജിനി മുരളി, സനി രാജു, രശ്മി ഷിജോ, ബിജു അണ്ടേഴത്ത് എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. BJP ഭാരവാഹികളായ സുധീഷ് മേനോത്ത പറമ്പിൽ, EP ഹരീഷ്, EP ജാൻസി, റിനി കൃഷ്ണ പ്രസാദ്, ഷൈൻ നെടിയിരിപ്പിൽ, നിഷ പ്രവീൺ, ജോഷി ബ്ലാങ്ങാട്ട്, ശ്രീകുട്ടൻ PT, രഹന ബിനീഷ് എന്നിവർ അനുഗമിച്ചു. തെരുവുനായ നിയന്ത്രണത്തിനായി സർവകക്ഷി യോഗം ചേർന്നു. തെരുവുനായ ശല്യം നിയന്ത്രിക്കുന്നതിനായി വലപ്പാട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം ചേർന്നു. പഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് PK മോഹനൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് സെക്രട്ടറി IS ബിന്ദു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. തെരുവുനായ ഭീഷണിക്കെതിരെ ശക്തമായ പ്രതിരോധവും നിയന്ത്രണ മാർഗങ്ങളും നടപ്പിലാക്കാൻ യോഗത്തിൽ തീരുമാനമായി. പഞ്ചായത്ത് തലത്തിൽ നടപ്പിലാക്കേണ്ട കർമ്മ പദ്ധതിക്കായി വിവിധ നിർദ്ദേശങ്ങളാണ് യോഗത്തിൽ ഉയർന്നു വന്നത്. പഞ്ചായത്ത് പരിധിയിലെ മുഴുവൻ നായ്ക്കൾക്കും വാക്സിനേഷൻ പൂർത്തിയാക്കുക, അനിമൽ ബർത്ത് കൺട്രോൾ കേന്ദ്രം ആരംഭിക്കുകയും നായ്ക്കളുടെ വന്ധ്യംകരണം ഊർജിതമാക്കുകയും ചെയ്യുക, തെരുവുനായ്ക്കളെ ദത്തെടുക്കുന്നതിനുള്ള പ്രത്യേക പദ്ധതിയും നായക്കുട്ടികളെ വളർത്താനായി വിതരണം ചെയ്യുന്ന കേന്ദ്രവും ആരംഭിക്കുക, കൂടാതെ ഷെൽട്ടറുകൾ സ്ഥാപിക്കുക, വളർത്തുനായ്ക്കൾക്ക് ലൈസൻസ് നിർബന്ധമാക്കുക എന്നിവയാണ് നിർദ്ദേശങ്ങൾ. യോഗത്തിൽ ഉയർന്നു വന്ന ഈ നിർദ്ദേശങ്ങളെല്ലാം പഞ്ചായത്ത് കമ്മിറ്റി വിശദമായി പരിശോധിച്ച് അടിയന്തരമായി കർമ്മ പദ്ധതി രൂപീകരിച്ച് നടപ്പിലാക്കാൻ യോഗത്തിൽ ധാരണയായി. യോഗത്തിൽ ഗേളി ഷാജി, ഷജിത്ത് PS, സുമേഷ് പാനാട്ടിൽ, രശ്മി ഷിജോ, ഷാമില സലീം, രാജിഷ ശിവജി, വെറ്റിനറി സർജൻ ഡോക്ടർ ജെറി തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ വാർഡ് മെമ്പർമാരും വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും യോഗത്തിൽ പങ്കെടുത്തു. സുപ്രീം കോടതി വിധികളും ഒക്കെ തന്നെ വന്നതിന്റെ ഭാഗമായി തെരുവുകളെ കൊല്ലുക എന്നുള്ളത് പ്രായോഗികമല്ല. നമുക്ക് നിലവിലുണ്ടായിരുന്ന നിയമം എന്ന് പറഞ്ഞാൽ APC ആണ്, ആനുവൽ ബർത്ത് കൺട്രോൾ. ഇത് നടപ്പാക്കാനുള്ള ചുമതല പ്രധാനമായും ബ്ലോക്ക് പഞ്ചായത്തിലാണ്. ഒരു APC കേന്ദ്രം തുടങ്ങുക എന്ന് പറഞ്ഞാൽ ഒരുപാട് പണം ചെലവുണ്ട്. അതിന് സ്ഥലം കണ്ടെത്തണം. അങ്ങനെ കണ്ടെത്തിയ സ്ഥലത്ത് ആ APC കേന്ദ്രം എന്ന് പറയുന്നത് ഒരുപാട് സൗകര്യങ്ങളുള്ളതായിരിക്കും. ഡോക്ടർമാരുടെ എണ്ണം ഇത്ര ഡോക്ടർമാർ വേണമെന്നുണ്ട്, പാരാമെഡിക്കൽ സ്റ്റാഫുകൾ വേണമെന്നുണ്ട്, എയർ കണ്ടീഷൻ റൂം വേണം, വന്ധീകരിച്ച പട്ടിക്ക് പ്രത്യേകമായിട്ടുള്ള മുറി. മിന്നൽ ചുഴിയിൽ തൃപ്യാർ ക്ഷേത്രത്തിലെ പള്ളിയോട മണ്ഡപത്തിന്റെ മേൽക്കൂര തകർന്നു വീണു. ശക്തമായ മിന്നൽ ചുഴിയിൽ തൃപ്യാർ ശ്രീരാമക്ഷേത്രത്തിലെ പള്ളിയോട മണ്ഡപത്തിന്റെ മേൽക്കൂര തകർന്നു. ഓടുകൾ കാറ്റിൽ തകർന്ന് ഇളകി വീണു. മുകളിൽ സ്ഥാപിച്ചിരുന്ന മേൽക്കൂര പറന്നു മാറി പുഴയിൽ പതിച്ചതായും പറയുന്നു. കൊച്ചിൻ ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ M മനോജ് കുമാർ, തൃപ്യാർ ക്ഷേത്ര മാനേജർ വിനീത രഞ്ജിത്ത് തുടങ്ങിയവരും കൊച്ചിൻ ദേവസ്വം ബോർഡ് അധികാരികളും സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. ഇടവേള. എന്താ നടക്കുന്നേ? സൂപ്പർ ഡീൽസ്, സൂപ്പർ സെയിൽ, 50% വരെ ഓഫറുകൾ. ജൂലൈ 9 മുതൽ 12 വരെ മാത്രം. നിങ്ങളുടെ പ്രിയപ്പെട്ട ബ്രാൻഡുകൾ ഇപ്പോൾ അതിശയകരമായ വിലക്കുറവിൽ. കുറഞ്ഞ വില, കൂടുതൽ സന്തോഷം. പ്രമുഖ സ്വർണ്ണാഭരണ ഹോൾസെയിൽ സ്ഥാപനമായ AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാടാനപ്പള്ളി തൃപ്രയാർ ഷോറൂമുകളിൽ മൺസൂൺ ഓഫർ. എല്ലാ ദിവസവും നറുക്കെടുപ്പിലൂടെ ഗൃഹോപകരണങ്ങൾ സമ്മാനമായി ലഭിക്കുന്നു. 916 ഡയമണ്ട്സ്, സിൽവർ, 18 കാരറ്റ് എന്നിവയുടെ 1,00,000-ൽ പരം ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ സ്വന്തമാക്കാൻ വിവിധ പദ്ധതികൾ. 5 പവൻ മുതലുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ. പഴയ സ്വർണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും.
AJ Gold and Diamonds, വാടാനപ്പള്ളി ആൻഡ് തൃപ്രയാർ. Manappuram Geeta Ravi Public School, the joy of learning. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 23 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES അഫിലിയേറ്റഡ് ടു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള, AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom ഫിനാൻസ്, BCom കോഓപ്പറേഷൻ, BBA, BCA കോഴ്സുകളോടൊപ്പം ഈ അധ്യയന വർഷം മുതൽ ഡിഗ്രിക്കൊപ്പം പ്രൊഫഷണൽ സ്കിൽസും ജോലിയും നേടാൻ സാധിക്കുന്ന ആഡ് ഓൺ കോഴ്സുകൾ ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, സൈബർ സെക്യൂരിറ്റി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, എത്തിക്കൽ ഹാക്കിംഗ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നിവ നാട്ടികയുടെ മണപ്പുറത്തിൽ NES കോളേജിൽ മാത്രം. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. ഫോൺ 9745782120, 048724022020. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്. 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ, 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ, നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. വാർത്തകൾ തുടരുന്നു. SN വിദ്യാഭവൻ സീനിയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഡേ ദിനാചരണം നടത്തി. കൊടുങ്ങല്ലൂർ DYSP പ്രമോദ് P ഉദ്ഘാടനം ചെയ്തു. ഉണ്ണികൃഷ്ണൻ തഷ്നാഥ അധ്യക്ഷനായി. CBSE 10ാം ക്ലാസ് പരീക്ഷയിൽ ഓൾ ഇന്ത്യ തലത്തിൽ 3ാം സ്ഥാനം നേടിയ ഫ്രേയ ഫർഹാനെ പ്രത്യേകം അനുമോദിച്ചു.
SNENC ട്രസ്റ്റ് സെക്രട്ടറി MS പ്രദീപ്, ജോയിന്റ് സെക്രട്ടറിമാരായ PT സുരേഷ് ബാബു, ഡാനിഷ് KM, വൈസ് പ്രസിഡന്റ് രാജ്കുമാർ കരുവത്തിൽ, ട്രഷറർ TS വിജയരാഘവൻ, അഡ്മിനിസ്ട്രേറ്റർ PV സുദീപ് കുമാർ, സ്കൂൾ പ്രിൻസിപ്പൽ യാമിനി ദിലീപ്, വൈസ് പ്രിൻസിപ്പൽ ജിജി K എന്നിവർ സംസാരിച്ചു. അതേ 300 രൂപയ്ക്ക് അന്ന് 270 രൂപയ്ക്കാണ് എൻ്റെ അമ്മയുടെ കല്യാണത്തിന് ഒരു പവൻ സ്വർണം മേടിച്ചത്. 74, ഞാൻ 75-ലാണ് ജനിച്ചത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു 77-ലാണ് സ്ഥാപനം തുടങ്ങിയത്. ഞാൻ 2 വയസ്സേ എനിക്കുള്ളൂ. അപ്പോൾ അന്ന് 270 രൂപയ്ക്ക് ഒരു പവൻ്റെ ഗോൾഡ് കിട്ടി. ഇന്ന് അതേ സമയത്ത് കഴിഞ്ഞ മാസം 1.25 ലക്ഷം രൂപയായിരുന്നു ഗോൾഡ്. അപ്പോൾ അതേ ഇൻഫ്ലേഷൻ റേറ്റിൽ നമ്മുടെ രാജ്യം പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അന്ന് ഞാനിത് പറയാൻ കാരണം, ഞങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞ് ഇതുപോലെ ഒരു പരിപാടി പങ്കെടുത്തപ്പോൾ എൻ്റെ അമ്മാവൻ ഇങ്ങനെ MA-ക്ക് പഠിച്ചതും ജോലി കിട്ടിയ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ അവിടെ കൂടിയ ഒരു 100ഓളം കുടുംബത്തിലെ 10ാം ക്ലാസ് പാസ്സായുള്ള ഒരു കാര്യം പറഞ്ഞു: എന്ത് ജോലി കിട്ടിയാലും സ്വീകരിക്കാൻ പാടില്ല. പോസ്റ്റ് ഗ്രാജുവേഷൻ, B.Ed, M.Ed, അന്നൊന്നും UGC ഇല്ല, PhD. തിരിഞ്ഞു നോക്കുമ്പോൾ അസൂയ പാടില്ല. PhD-കാരനെ കണ്ട എന്ത് പാടില്ല? ഡോക്ടർ പിന്നെ ആളെന്ന് പറയുമ്പോൾ നമുക്ക് ദൈവമേ എനിക്ക് ആവാൻ പറ്റില്ലല്ലോ. കുരുക്കുഴി 18 മുറിയിൽ കാനയുടെ സൈഡ് ഇടിഞ്ഞ് പിക്കപ്പ് വാഹനം കാനയിൽ കുടുങ്ങി. വീട്ടിൽ നിന്ന് വാഹനം റോഡിലേക്ക് വളക്കുന്നതിനിടെയാണ് കാനയിൽ പുറകുവശത്തെ ടയർ ഇരുന്നത്. ഇതോടെ വാഹനത്തിന്റെ ഒരു ഭാഗം കാനയിലേക്ക് താഴ്ന്ന് കുടുങ്ങുകയായിരുന്നു. കുന്നത്ത് വീട്ടിൽ സബീലിന്റേതാണ് വാഹനം. വ്യാഴാഴ്ച രാവിലെ മത്സ്യബന്ധന ഉപകരണങ്ങളുമായി പോകുന്നതിനിടെയാണ് വാഹനം കാനയിൽ കുടുങ്ങിയത്. കാനയുടെ ഇരുവശങ്ങളും വർഷങ്ങളായി തകർന്ന നിലയിലാണെന്നും നിരവധി തവണ ബന്ധപ്പെട്ട അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടായിരുന്നെന്നും സബീൽ പറഞ്ഞു. അപകട സാധ്യത കണക്കിലെടുത്ത് കാന അടിയന്തരമായി പുതുക്കി നിർമ്മിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഇന്നത്തെ കാലത്ത് സംഭവിച്ചത് ഈ കാന ദുർബലമായിട്ട് ഒരു കുറച്ച് നാളായി. മെമ്പർമാരോട് ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവരോട് ഇത് പറഞ്ഞിട്ട് ഒന്നില്ലെങ്കിൽ നമുക്കിത് ക്ലിയർ ചെയ്ത് തരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ ഇത് വെച്ചിട്ട് കാന പാസ്സായിട്ടുണ്ട് അത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നു. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ആയി കിടന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള. അപ്പോൾ ആ വീട്ടിൽ തന്നെ ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ളൊരു പെൺകുട്ടി ഉള്ള വീടാണ്. ആ വീട്ടിൽ വീട്ടിലേക്ക് പോണ വഴി വയ്ക്കാൻ പെട്ടെന്ന് അത്യാവശ്യം വന്ന വല്ല ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇടിഞ്ഞെടുക്കണം. മൊത്തത്തിൽ ഒരു 100 മീറ്ററോളം ഇടിഞ്ഞ് ഇതായിട്ട് ഉള്ളതാണ് ഈ കാന. ഇപ്പോൾ കുറച്ച് സൈഡ് മാത്രമേ ഇവിടെ പണിതിട്ടുള്ളൂ. ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന വൈമാൾ സൂപ്പർ സെയിലിന്റെ പ്രചാരണത്തിന്റെ ഭാഗമായി തൃപ്പ്യാറിൽ ബൈക്ക് റാലിയും പ്രചാരണ റാലിയും സംഘടിപ്പിച്ചു. നഗരത്തിലെ പ്രധാന കേന്ദ്രങ്ങളിലൂടെയും വഴികളിലൂടെയും കടന്നുപോയ റാലി പൊതുജനങ്ങളുടെ ശ്രദ്ധ ആകർഷിച്ചു. ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന വൈമാൾ സൂപ്പർ സെയിലിൽ 200-ലധികം പ്രമുഖ ബ്രാൻഡുകളിൽ 50%-നും അതിലേറെയും വിലക്കിഴിവുകളാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. ഫാഷൻ, ഫുഡ്വെയർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, ലൈഫ് സ്റ്റൈൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി വിവിധ വിഭാഗങ്ങളിലെ ഉൽപ്പന്നങ്ങൾക്ക് ആകർഷകമായ ഓഫറുകൾ ലഭ്യമാകും. വൈമാൾ സൂപ്പർ സെയിൽ ജൂലൈ 12 വരെ തുടരും. ഇരുപത്തിമൂന്നാമത് മുറ്റിച്ചൂർ ഉറൂസ് മുബാറക്കിന് കൊടിയേറി. EK മുഹമ്മദ് ബാവ മുസ്ലിയാർ കൊടിയേറ്റ് നടത്തിയതോടെ 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഉറൂസ് ആരംഭിച്ചു. കൂട്ടസിയാറത്തിന് സയ്യിദ് ഖമറുദ്ദീൻ ബാദുഷ തങ്ങൾ നേതൃത്വം നൽകി. ഖത്തം ദുവാക്ക് വെന്മേനാട് മുദരീസ് C അബൂബക്കർ മുസ്ലിയാർ നേതൃത്വം നൽകി. തുടർന്ന് മുറ്റിച്ചൂർ മഹല്ല ഖത്തീബ് സിദ്ദീഖ് ബാഖവി ഉറൂസ് അനുസ്മരണം നടത്തി. ഹംസ മഹമൂദി കൂളിമുട്ടൻ നയിക്കുന്ന ബുർദ മജ്ലിസ് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പ്രമുഖ പണ്ഡിതന്മാർ നേതൃത്വം നൽകുന്ന ഖാദിരിയ റാത്തീബ് നടക്കും. വൈകിട്ട് 7-ന് EK മുഹമ്മദ് അഹ്സനി കോഴിക്കോട് നേതൃത്വം നൽകുന്ന ദിക്കർ മജ്ലിസും PMS തങ്ങൾ ബ്രാലം നേതൃത്വം നൽകുന്ന ദുആ മജ്ലിസും സംഘടിപ്പിക്കും. ശനിയാഴ്ച രാവിലെ തുടങ്ങുന്ന കൂട്ട സിയാറത്തിന് ഷാഹുൽ ഹമീദ് അഹ്സനി പാടൂർ നേതൃത്വം നൽകും. തുടർന്ന് രാവിലെ 8:30 മുതൽ പകൽ 12 വരെ ജാതിമത ഭേദങ്ങളില്ലാതെ അന്നദാനം നടക്കും. സെക്രട്ടറി ഉമ്മർ കാരണപ്പറമ്പിൽ EK സെയ്ദു, മുഹമ്മദ് അനസ് എന്നിവർ നേതൃത്വം നൽകി. അതിൻ്റെ പ്രധാന ചടങ്ങ് കൊടിയേറ്റ് നിർവഹിക്കപ്പെടും.
ആവശ്യപ്പെട്ടു ഈ യോഗം നമ്മുടെ വിവിധങ്ങളായ പരിപാടികൾക്ക് പുറത്തു പോയിരിക്കുന്നത്. ഒരു ജീവിതകാലം മുഴുവൻ സ്വന്തം ജനമാനത്തിന് ആത്മീയമായ ബന്ധത്തോടെ കുറ്റിച്ചൂടുന്ന മഹലിനെ ചെറുത്ത് പിടിച്ച് പരിസര മഹലുകളും മുഗ്നീകളും സ്വന്തം ജനമാനത്തിൻ്റെ ഉലമാക്കളും മോറാക്കളും സാധാർത്ഥ്യങ്ങളും നെഞ്ചോടെ ചേർത്ത് പ്രധാനപ്പെട്ട ശിവനാഥരാജത്തിന് ആദ്യം കുറ്റിച്ചൂടുന്ന അന്വേഷണം കൊടുക്കുകയാണ്. ഇടശ്ശേരി CSM സ്കൂളിൽ സ്റ്റുഡൻസ് കൗൺസിൽ സ്ഥാനാരോഹണം നടന്നു. കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി പ്രമോദ് P മുഖ്യാതിഥിയായി. ലഹരിക്കെതിരെ സംസ്ഥാനം ഒട്ടാകെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന തൂഫാനെക്കുറിച്ചും ലഹരിയുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ചും അദ്ദേഹം വിദ്യാർത്ഥികളെ ബോധവൽക്കരിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ M ദിനേശ് ബാബു അധ്യക്ഷനായി. ചെയർപേഴ്സൺ സഫിയ റഹ്മാൻ, സെക്രട്ടറി CM നൌഷാദ, PTA പ്രസിഡന്റ് ഇർഷാദ ചേറ്റുവ, മാനേജർ PK ഹൈദരാലി, വൈസ് പ്രിൻസിപ്പൽ നദീറ ജാബിർ തുടങ്ങിയവർ സംസാരിച്ചു. ഹെഡ് ബോയ് സാമിൽ മുഹമ്മദ്, ഹെഡ് ഗേൾ ഇഷൽ ED എന്നിവർ സ്ഥാനമേറ്റെടുത്ത് സംസാരിച്ചു. And also you take some action differently from others. Only you have the followers. Okay, thank you. എന്തായാലും ലീഡർഷിപ്പിനെ കുറിച്ച് ഇന്ന് വളരെ മനോഹരമായി ഒരു മൂവ്മെന്റ് നിങ്ങൾ കണ്ടില്ലേ? എല്ലാവർക്കും ലീഡേഴ്സ് ആവാൻ പറ്റുമോ? പറ്റില്ലേ? എല്ലാവർക്കും ലീഡേഴ്സ് ആവാൻ പറ്റും. എൻ്റെ മകള് 4th സ്റ്റാൻഡേർഡാണ്, സെൻറ്റ് ജോസഫ് ആംഗ്ലോ ഇന്ത്യൻ സ്കൂളിലാണ്. അപ്പോൾ അവളെ 1st സ്റ്റാൻഡേർഡും 2nd സ്റ്റാൻഡേർഡും കഴിഞ്ഞപ്പോൾ അവൾക്ക് ഭയങ്കര ടെൻഷൻ. എന്താ വെച്ചാൽ ഒരു കുട്ടിക്ക് ലീഡറാകാൻ പറ്റുന്ന ഒരു ക്ലാസ്സിൽ. അപ്പോൾ ഞാൻ HMനെ കണ്ടപ്പോൾ ഒരു അഭിപ്രായം പറഞ്ഞു, വൈ നോട്ട് ദ ലീഡേഴ്സ് ഫ്രം ദ ക്ലാസ് ക്യാൻ ബി സെലക്ടഡ് ഫോർ എ മന്ത്. അപ്പോൾ ടീച്ചർക്ക് ഭയങ്കര ഇഷ്ടം. ഇത് ആരും ഇതുവരെ പറഞ്ഞില്ല. ഈ സ്കൂൾ തുടങ്ങിയിട്ട് നമ്മുടെ ജയകുമാർ സാറ് റിട്ടയർഡ് ഹോം സെക്രട്ടറി ആയിരുന്ന ഇപ്പോഴത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ടുള്ള അദ്ദേഹം കളക്ടറായിട്ടിരിക്കുമ്പോഴാണ് ഇത്ര കോഴിക്കോട് ഈ സെൻറ്റ് ജോസഫിൻ്റെ ബിൽഡിങ്ങിൻ്റെ ഇനാഗുറേഷൻ കഴിഞ്ഞു. നാലാമ്പല തീർത്ഥാടനത്തിന്റെ ഭാഗമായി ശിവശങ്കരൻ മണിയാങ്ങാട്ടിൽ രചിച്ച് നൌഷാദ് തൃശൂർ സംഗീതം പകർന്ന രാമതീർത്ഥം ഭക്തിഗാനസുധയുടെ ആൽബം പ്രകാശനം തൃപ്രയാർ ക്ഷേത്രം മേൽശാന്തി അഴകത്ത രാമൻ നമ്പൂതിരി നിർവഹിച്ചു. പുണ്യത്തിൻ കതിർചൂടി കർക്കിടകം. കൊച്ചിൻ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ M മനോജ് കുമാർ, തൃപ്രയാർ ദേവസ്വം മാനേജർ K വിനീത, താന്യം ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീകേഷ് S ചന്ദ്രൻ, UP കൃഷ്ണനുണ്ണി, കൃഷ്ണകുമാർ ആമലത്ത്, തൃപ്രയാർ രമേശൻ മാരാർ, K ദിനേശ് രാജ, M ഗോപേഷ്, A അനൂപ്, KM പുരുഷോത്തമൻ, ശിവശങ്കരൻ മണിയാങ്ങാട്ടിൽ എന്നിവർ പങ്കെടുത്തു. രാമഭക്തി തൻ പ്രവാഹമേ രാമനാമ പുണ്യമേ രാമ രാമ രഘുരാമ ശ്രീരാമ വന്ദേകം ശ്രീ നമോസ്തുതേ. വലപ്പാട് ബീച്ച് പ്രിയ സെന്ററിന്റെ വടക്ക് ഭാഗം പുത്തൂര് അയ്യപ്പ ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന പരേതനായ പുത്തൂര് ഷൺമുഖൻ ശാന്തിയുടെ ഭാര്യ ആനന്ദവല്ലി അന്തരിച്ചു. 77 വയസ്സായിരുന്നു. സംസ്കാര കർമ്മം വെള്ളിയാഴ്ച രാവിലെ 9 വീട്ടുവളപ്പിൽ വെച്ച് നടത്തും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിയമസഭാ സാമ്പത്തിക ക്രമക്കേട് കേസിൽ നാട്ടിക മുൻ MLAയുടെ മുൻ PA മസൂദ് K വിനോദ് അറസ്റ്റിലായി. മണലൂർ MLA പ്രൊഫസർ C രവീന്ദ്രനാഥിന്റെ ഓഫീസ് മുല്ലശ്ശേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രനും കുടുംബവും തൃപ്രയാർ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.